അന്യഭാഷാ താരങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മലയാളം സിനിമകൾ. ജ്യോതിക, ക്രോണിക് ബാച്ചിലർ. 2003 സിദ്ദിഖിന്റെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രമാണ് ക്രോണിക് ബാച്ചിലർ. മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ഇന്ദ്രജ, രംഭ, ഭാവന എന്നിവരാണ് നായികാ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഇതിലെ ഒരു നായികയായി ആദ്യം തീരുമാനിച്ചിരുന്നത് നടി ജ്യോതികയായിരുന്നു. എന്നാൽ താരത്തിന്റെ ഡേറ്റ് ഇഷ്യൂ മൂലം ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നു. മാധുരി ദീക്ഷിത്, വന്ദനം. മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ പ്രിയദർശൻ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് 1989 പുറത്തിറക്കിയ ചിത്രമാണ് വന്ദനം. ഒരു റൊമാൻറ്റിക് കോമഡി പാറ്റേണിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിൽ നായികയായി വേഷമിട്ടത് ബ്രിട്ടീഷ് താരം ഗിരിജ ഷെട്ടറാണ്. എന്നാൽ ഈ നായിക വേഷം ചെയ്യുന്നതിനായി ആദ്യം തീരുമാനിച്ചത് നടി മാധുരി ദീക്ഷിതിനെയായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് താരത്തിന് ഈ ചിത്രത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചില്ല. അമല, കിലുക്കം. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മറ്റൊരു വമ്പൻ ഹിറ്റ് ചിത്രമാണ് കിലുക്കം. 1991 പുറത്തിറങ്ങിയ മ്യൂസിക്കൽ റൊമാൻറ്റിക് കോമഡി ചിത്രത്തിൽ നടി രേവതിയാണ് നായിക വേഷം കൈകാര്യം ചെയ്തത്. മലയാളികൾ ഇന്നും സ്നേഹപൂർവ്വം ഓർക്കുന്ന ഈ നായിക വേഷത്തിനായി ആദ്യം തീരുമാനിച്ചിരുന്നത് നടി അമലയെയായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അമലയ്ക്ക് ഈ ചിത്രത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചില്ല. കജോൾ, ഹാർട്ട് ബീറ്റ്സ്. സിമ്രാൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ എന്നിവർ നായകന്മാരായി വേഷമിട്ടുകൊണ്ട് 2007 പുറത്തിറങ്ങിയ മലയാള ചിത്രമായിരുന്നു ഹാർട്ട് ബീറ്റ്സ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനു ആനന്ദാണ്. ചിത്രത്തിൽ സിമ്രാൻ അവതരിപ്പിച്ച തങ്കം ജോർജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് നടി കാജോളിനെയായിരുന്നു. എന്നാൽ ആ സമയം കാജോൾ ഫന എന്ന ചിത്രത്തിനായി തന്റെ ഡേറ്റ് നൽകുകയും പിന്നീട് ഡേറ്റ് ഇഷ്യൂവിനെ തുടർന്ന് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. വിദ്യാ ബാലൻ, ആമി. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി അണിയിച്ചൊരുക്കിയ ഒരു ബയോഗ്രഫിക്കൽ ചിത്രമായിരുന്നു ആമി. കമൽ സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ നടി മഞ്ജു വാര്യരായിരുന്നു പ്രധാന വേഷം ചെയ്തത്. എന്നാൽ ഈ വേഷത്തിനായി ആദ്യം തീരുമാനിച്ചിരുന്നത് വിദ്യാ ബാലനെയായിരുന്നു. ചില രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം താരത്തിന് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിക്കാതെയായി. കമൽ ഹാസൻ, നോട്ട്ബുക്ക്. നിരവധി പുതുമുഖ താരങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2006 പുറത്തിറങ്ങിയ ചിത്രമാണ് നോട്ട്ബുക്ക്. ചിത്രത്തിൽ റോമ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷം ചെയ്തത് നടൻ സുരേഷ് ഗോപിയായിരുന്നു. ബ്രിഗേഡിയൻ അലക്സാണ്ടർ എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടത്. ഈ വേഷം ചെയ്യുന്നതിനായി നടൻ കമൽ ഹാസനെയായിരുന്നു ആദ്യം സമീപിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഇഷ്യൂ മൂലം ഈ വേഷം സുരേഷ് ഗോപിയിലേക്ക് എത്തുകയായിരുന്നു. നസറുദ്ദീൻ ഷാ, പഞ്ചാഗ്നി. ഹരിഹരൻ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ ഒരു ക്രൈം ഡ്രാമ ചിത്രമാണ് പഞ്ചാഗ്നി. മോഹൻലാൽ പ്രധാന വേഷം ചെയ്ത ഈ ചിത്രത്തിൽ നസറുദ്ദീൻ ഷായ്ക്ക് വേണ്ടി ഒരു അതിഥി വേഷം കരുതി വെച്ചിരുന്നു. എന്നാൽ പിന്നീട് തിരക്കഥയിൽ വരുത്തിയ മാറ്റങ്ങൾ കാരണം അദ്ദേഹത്തെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു.